ഹലോ എവരി വൺ. ഇന്നത്തെ കോർപ്പറേറ്റ് റെഗുലേഷൻസിൻ്റെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മാനേജീരിയൽ റെമ്യൂണറേഷൻ അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ്, ഈ രണ്ട് ടോപ്പിക്കുകളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത് കീ മാനേജീരിയൽ പേഴ്സണൽസ് ആരൊക്കെയാണ്, അതിൻ്റെ പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി കീ മാനേജീരിയൽ പേഴ്സണൽസിന് കൊടുക്കേണ്ട റെമ്യൂണറേഷൻ എന്തായിരിക്കണം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് എടുക്കാം. മാനേജീരിയൽ റെമ്യൂണറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനി അതിൻ്റെ കീ മാനേജീരിയൽ പേഴ്സണൽസിന് കൊടുക്കുന്ന റിട്ടേൺ അല്ലെങ്കിൽ റിവാർഡ് എന്നൊക്കെ പറയാം. അപ്പോൾ കമ്പനീസ് ആക്റ്റിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രൊവിഷൻസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. കമ്പനി എപ്പോഴും നോക്കുന്നത് അതിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ. അപ്പോൾ മാനേജീരിയൽ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ആ പ്രോഫിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഹൈ സാലറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൈ റെമ്യൂണറേഷനാണ് ഫിക്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് കുറയ്ക്കും അല്ലേ. അതുപോലെ തന്നെയാണ് പ്രോഫിറ്റ് ഇല്ലാത്തൊരു സമയത്ത് കമ്പനി മാനേജീരിയൽ പേഴ്സണൽസിന് റെമ്യൂണറേഷൻ കൊടുക്കുന്ന കാര്യത്തിലും കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്കിനി നോക്കാനുള്ളത്. ഇപ്പോൾ കമ്പനീസ് ആക്റ്റിൽ സെക്ഷൻ 197 മാനേജീരിയൽ റെമ്യൂണറേഷൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു സെക്ഷൻ പ്രകാരം total managerial remuneration payable by a public company to its directors, including managing director and whole-time director and its manager, shall not exceed 11% of net profit of the financial year. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ഓർത്തു വയ്ക്കുക, എവിടെയെങ്കിലും നോട്ട് ചെയ്തിടുക, ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിലൊക്കെ നിങ്ങൾ കാണുന്ന വിധത്തിലൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. ഇവിടെ പറയുന്നത് കമ്പനീൻ്റെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടായിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് എത്രയാണോ ആ പ്രോഫിറ്റിൻ്റെ 11% കൂടാൻ പാടില്ല മാനേജീരിയൽ റെമ്യൂണറേഷൻ. മാനേജീരിയൽ പേഴ്സണൽസ് എന്ന് പറയുന്നത് കമ്പനീൻ്റെ മാനേജിങ് ഡയറക്ടർ അല്ലെങ്കിൽ മാനേജർ അല്ലെങ്കിൽ ഹോൾ ടൈം ഡയറക്ടർ ഒക്കെയാണ് അല്ലേ. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ അല്ലെങ്കിൽ സാലറി നെറ്റ് പ്രോഫിറ്റിൻ്റെ 11% അധികമാവാനായിട്ട് പാടില്ല. അപ്പോൾ കമ്പനീൻ്റെ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ പ്രോഫിറ്റ് എന്താണോ അത് നോക്കിയിട്ട് അതിൻ്റെ 11% അവരുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ കമ്പനീസ് ആക്റ്റിൽ ഷെഡ്യൂൾ 5 ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രൊവിഷൻസ് പിന്നെയും പറയുന്നുണ്ട്. ഈ 11%-നേക്കാളും അധികമുള്ള പേയ്മെൻറ്റും കമ്പനിക്ക് നടത്താൻ സാധിക്കുന്നതാണ്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓതറൈസേഷൻ അല്ലെങ്കിൽ അപ്രൂവൽ നമുക്കതിന് ആവശ്യമാണ്. എന്നാൽ മാത്രമേ 11% അധികമുള്ളൊരു റെമ്യൂണറേഷൻ മാനേജീരിയൽ പേഴ്സണൽസിന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിൽ 11%-അധികമുള്ളൊരു റെമ്യൂണറേഷൻ ഈ മാനേജീരിയൽ പേഴ്സണൽസിന് കൊടുക്കാൻ പറ്റുള്ളൂ. ദെൻ സെക്ഷൻ 198 പ്രകാരമായിരിക്കണം നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ദെൻ എക്സെപ്റ്റ് വിത്ത് ദ അപ്രൂവൽ ഓഫ് ദ കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ് റെമ്യൂണറേഷൻ പേയബിൾ ടു എനി വൺ മാനേജിംഗ് ഡയറക്ടർ or whole time director or a manager shall not exceed 5% of the net profit of the company. ഇപ്പം കമ്പനി ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് അതിൽ അപ്രൂവൽ കിട്ടാത്തൊരു സാഹചര്യത്തിൽ, ഇപ്പം 11% കേസ് നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ അതിനൊരു അപ്രൂവൽ കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും മാനേജീരിയൽ പേഴ്സണൽസിന് കൊടുക്കേണ്ട റെമ്യൂണറേഷൻ 5% അധികമാവാനായിട്ട് പാടില്ല. അപ്പോൾ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എന്താണോ അതിൻ്റെ 5% അധികമാവാൻ പാടില്ല അവരുടെ റെമ്യൂണറേഷൻ. Then, if there is more than one such director, remuneration shall not exceed 10% of the net profit to all such director and manager taken together. ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒന്നിലധികം ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ അവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% കൂടാൻ പാടില്ല. സോ ശ്രദ്ധിക്കുക, ജനറൽ മീറ്റിങ്ങിൽ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ 11% റെമ്യൂണറേഷൻ കൊടുക്കാൻ സാധിക്കും നെറ്റ് പ്രോഫിറ്റിൻ്റെ. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലും ജനറൽ മീറ്റിങ്ങിൽ ഓതറൈസേഷനും കിട്ടിക്കഴിഞ്ഞാൽ 11%-അധികവും റെമ്യൂണറേഷൻ കൊടുക്കാം. ഇൻ കേസ് ഈ ഒരു അപ്രൂവൽ കമ്പനീൻ്റെ ജനറൽ മീറ്റിങ്ങിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാനേജീരിയൽ പേഴ്സണൽസിന് കൊടുക്കേണ്ട റെമ്യൂണറേഷൻ നെറ്റ് പ്രോഫിറ്റിൻ്റെ 5%-അധികമാവാൻ പാടില്ല. ഇൻ കേസ് അവിടെ മോർ ദാൻ 1 ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ റെമ്യൂണറേഷൻ 10%-അധികമാവാനായിട്ടും പാടില്ല. Okay, then the remuneration payable to directors who are neither managing director nor whole-time director shall not exceed 1% of the net profit of the company if there is a managing director or a whole-time director or a manager. കമ്പനീൻ്റെ മെയിൻ ആയിട്ടുള്ള കീ മാനേജറൽ പേഴ്സണൽസ് മാനേജിങ് ഡയറക്ടറും ഹോൾ ടൈം ഡയറക്ടർ അല്ലെങ്കിൽ മാനേജറാണ് അല്ലേ. ഇതിന് പുറമേ ഏതെങ്കിലും ഡയറക്ടർ കമ്പനിക്ക് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട റെമ്യൂണറേഷൻ നെറ്റ് പ്രോഫിറ്റിൻ്റെ 1%-അധികമാവാനായിട്ട് പാടില്ല. കാരണം ഇവിടെ ഓൾറെഡി നമ്മൾ മറ്റു ഡയറക്ടേഴ്സിന് മാനേജിങ് ഡയറക്ടേഴ്സിനും ഹോൾ ടൈം ഡയറക്ടേഴ്സിനും അതുപോലെ തന്നെ
മാനേജർക്കും റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ഇതിന് പുറമെ അഡീഷണൽ ആയിട്ട് കമ്പനി അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് നെറ്റ് പ്രോഫിറ്റിന്റെ 1% റെമ്യൂണറേഷൻ കൊടുക്കാനായിട്ട് പാടില്ല. ദെൻ ഇൻ അതർ കേസസ് ഇറ്റ് ഷാൾ ബി 3% ഓഫ് ദി നെറ്റ് പ്രോഫിറ്റ്. ഇനി കമ്പനിയിലെ മാനേജിംഗ് ഡയറക്ടറോ ഹോൾ ടൈം ഡയറക്ടറോ മാനേജറോ ഇല്ലാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റിന്റെ 3% അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കാൻ സാധിക്കാം. Then the percentage is aforesaid shall be exclusive of any fees payable to directors. നമ്മൾ ഡയറക്ടേഴ്സിന് സിറ്റിംഗ് ഫീസൊക്കെ കൊടുക്കൂലേ, മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വരുമ്പോൾ അവർക്ക് സിറ്റിംഗ് ഫീസൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പം അങ്ങനത്തെ ഫീസ് കൊടുക്കുന്നതിന് അഡീഷണൽ ആയിട്ടാണ് നമ്മളിപ്പോൾ പറയുന്ന പെർസെൻറ്റേജിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഫീസ് അവിടെ വേറൊരു സൈഡിലാണ്, നമ്മൾ കൊടുക്കുന്ന റെമ്യൂണറേഷൻ മറ്റൊരു സൈഡിലാണ്. അപ്പോൾ ഈ ഫീസിനെ നമ്മൾ കണക്കിലെടുക്കുകയില്ല, അല്ലാതെ അവർക്ക് കൊടുക്കേണ്ട റെമ്യൂണറേഷൻ്റെ കാര്യമാണ് നമ്മൾ ഈ പ്രോഫിറ്റിൻ്റെയും പെർസെൻറ്റേജിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാനേജറൽ റെമ്യൂണറേഷനുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 197 ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ പറയുന്നത് കമ്പനീൻ്റെ നെറ്റ് പ്രോഫിറ്റിൻ്റെ 11% മാനേജറൽ റെമ്യൂണറേഷൻ വരാനായിട്ട് പാടില്ല. ഇൻ കേസ് 11% റെമ്യൂണറേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. അതിനു മുന്നേ ജനറൽ മീറ്റിങ്ങിലും അപ്രൂവൽ കിട്ടിയിട്ടുണ്ടായിരിക്കണം. ദെൻ കമ്പനിയിൽ ഇത്തരത്തിൽ ജനറൽ മീറ്റിങ്ങിൽ അപ്രൂവൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാനേജറൽ റെമ്യൂണറേഷൻ കൊടുക്കേണ്ടത് 5% താഴെ ആയിരിക്കണം. അതുപോലെ തന്നെ മോർ ദാൻ 1 ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട റെമ്യൂണറേഷൻ നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% കൂടാൻ പാടില്ല. ദെൻ കമ്പനിയിൽ മാനേജിംഗ് ഡയറക്ടർക്കും ഹോൾ ടൈം ഡയറക്ടർക്കും മാനേജർക്കും അഡീഷണൽ ആയിട്ട് മറ്റു ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട റെമ്യൂണറേഷൻ നെറ്റ് പ്രോഫിറ്റിൻ്റെ 1% കൂടാൻ പാടില്ല. ദെൻ ഇതിന് അഡീഷണൽ ആയിട്ട് പറയുന്ന ഒരു കാര്യം നെറ്റ് പ്രോഫിറ്റിൻ്റെ 3% മറ്റ് സാഹചര്യങ്ങളിലൊക്കെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം മാനേജറൽ റെമ്യൂണറേഷൻ പേ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത കേസിലേക്ക് പോവാം. കമ്പനിക്ക് ചിലപ്പോൾ പ്രോഫിറ്റ് ഉള്ള ഇയേഴ്സ് ഉണ്ടായിരിക്കാം, എന്നാൽ പ്രോഫിറ്റ് ഇല്ലാത്ത ഇയേഴ്സ് ഉണ്ടായിരിക്കാം, വളരെ കുറഞ്ഞ പ്രോഫിറ്റ് ഉള്ള വർഷങ്ങളും ഉണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് മാനേജറൽ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യേണ്ടതെന്ന് കമ്പനീസ് ആക്ടിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 197 സബ്സെക്ഷൻ 3 ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ഇഫ് എ കമ്പനി ഹാസ് നോ പ്രോഫിറ്റ് ഓർ ഇറ്റ്സ് പ്രോഫിറ്റ് ആർ ഇനാഡിക്വേറ്റ് ഇറ്റ് മേ വിതൗട്ട് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ പേ റെമ്യൂണറേഷൻ ടു മാനേജറൽ പേഴ്സണൽ നോട്ട് എക്സീഡിംഗ് ദ ഹയർ ഓഫ് ദ ലിമിറ്റ് അണ്ടർ എ ആൻഡ് ബി ഗിവൺ ഇൻ ഷെഡ്യൂൾ 5 വേർ ആർ ആസ് ഫോളോസ്. അപ്പോൾ കമ്പനീസ് ആക്ടിൽ ഷെഡ്യൂൾ 5 എ ആൻഡ് ബി സെക്ഷനിലായിട്ട് ഇവിടെ ലിമിറ്റ് പറയുന്നുണ്ട്. അപ്പോൾ കമ്പനിക്ക് പ്രോഫിറ്റ് കുറവാണെങ്കിൽ അല്ലെങ്കിൽ കമ്പനിക്ക് പ്രോഫിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. സോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഇല്ലെങ്കിൽ കൂടി ഈ ഒരു ലിമിറ്റ് വെച്ചിട്ട് സാലറി പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ടേബിൾ നോക്കുക. എഫക്റ്റീവ് ക്യാപിറ്റൽ 5 കോടിയിൽ താഴെയും അല്ലെങ്കിൽ നെഗറ്റീവ് ഒക്കെ ആണെങ്കിൽ അവർ കൊടുക്കേണ്ട റെമ്യൂണറേഷൻ 30 ലക്ഷമാണ്. ഒരു കമ്പനിക്ക് ഒരു കൊല്ലം പ്രോഫിറ്റേ ഉണ്ടായില്ല, നെഗറ്റീവ് എമൗണ്ട് ആണ് കിട്ടിയത്, അതുപോലെ തന്നെ 5 കോടിയിൽ താഴെയാണ് പ്രോഫിറ്റ് കിട്ടിയതെങ്കിൽ അവരുടെ റെമ്യൂണറേഷൻ്റെ ലിമിറ്റ് പറയുന്നത് 30 ലക്ഷമാണ്. ഒരു വർഷത്തെ കണക്കാണ് കേട്ടോ. ദെൻ രണ്ടാമത് നോക്കാം. 5 crores ആൻഡ് എബോവ് ബട്ട് ലെസ് ദാൻ 100 crores. 5 കോടിയിലധികം കമ്പനിക്ക് എഫക്റ്റീവ് ക്യാപിറ്റൽ ഉണ്ട്, പക്ഷേ 100 കോടിയിൽ താഴെയാണെന്നുണ്ടെങ്കിൽ 42 ലക്ഷമാണ് റെമ്യൂണറേഷൻ്റെ ലിമിറ്റ് പറയുന്നത്. ദെൻ 100 crores ആൻഡ് എബോവ് ബട്ട് ലെസ് ദാൻ 250 crores. 100 കോടിയിലധികം എഫക്റ്റീവ് ക്യാപിറ്റൽ ഉണ്ട്, എന്നാൽ 250 കോടിയിൽ താഴെയാണെങ്കിൽ 60 ലക്ഷമാണ് റെമ്യൂണറേഷൻ്റെ ലിമിറ്റ്. ദെൻ 250 crores ആൻഡ് എബോവ്, 250 കോടിയിലധികം എഫക്റ്റീവ് ക്യാപിറ്റൽ ഉള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രൊവൈഡ് ചെയ്യേണ്ട റെമ്യൂണറേഷൻ 60 ലക്ഷം പ്ലസ് 0.01% ഓഫ് ദി എഫക്റ്റീവ് ക്യാപിറ്റൽ ഇൻ എക്സസ് ഓഫ് 250 crores. 250 crore വരെ കൊടുക്കുക 60 ലക്ഷമാണ്. 250 crore മുകളിലേക്ക് എഫക്റ്റീവ് ക്യാപിറ്റൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ അധികം വരുന്ന യൂണിറ്റിന് 0.01% വെച്ചിട്ട് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിമിറ്റ് പ്രകാരം കമ്പനിക്ക് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ സാലറി അല്ലെങ്കിൽ റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ടേബിൾ നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. ഇനി ബി സെക്ഷനിൽ പറയുന്നത് ഇൻ ദ കേസ് ഓഫ് മാനേജറൽ പേഴ്സണൽ ഹു ഹാസ് നോട്ട് എ സെക്യൂരിറ്റി ഹോൾഡർ ഹോൾഡിംഗ് സെക്യൂരിറ്റീസ് ഓഫ് ദ കമ്പനി ഓഫ് നോമിനൽ വാല്യൂ ഓഫ് ₹5 lakh or more or an employee or a director of a company or not related to any director or promoter at any time during the 2 years prior to his appointment as a managerial personnel 2.5% of the current relevant profit. ഇവിടെ പറയുന്നത് കമ്പനിയുടെ മാനേജറൽ പേഴ്സൺ കമ്പനീൻ്റെ
ഷെയർസ് ഒന്നും ഹോൾഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് 5 ലക്ഷം നോമിനൽ വാല്യൂ വരുന്ന സെക്യൂരിറ്റീസ് ഒന്നും അയാൾ ഹോൾഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കമ്പനിയിലൊരു എംപ്ലോയിയോ ഡയറക്ടറോ അല്ലെങ്കിൽ ഡയറക്ടറും പ്രൊമോട്ടറുമായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയാണ് മാനേജറൽ പേഴ്സണൽ എന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട റെമ്യൂണറേഷൻ റെലവൻറ്റ് പ്രോഫിറ്റിൻ്റെ 2.5% ആണ്. എന്നുവെച്ചാൽ ആ ഒരു വർഷം കമ്പനിക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടായോ അതിൻ്റെ 2.5% ഓഫ് റെമ്യൂണറേഷൻ ആയിരിക്കും ഈ കീ മാനേജറൽ പേഴ്സണലിന് കൊടുക്കേണ്ടി വരിക. ഓക്കെ, അപ്പം ഈ ഒരു കേസിൽ പറഞ്ഞിട്ടുള്ളത് മാനേജറൽ പേഴ്സണൽ കമ്പനീൻ്റെ സെക്യൂരിറ്റി ഒന്നും ഹോൾഡ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ കമ്പനീൻ്റെ എംപ്ലോയി അല്ല, ദെൻ കമ്പനീൻ്റെ ഡയറക്ടർ അല്ല, അതുപോലെ തന്നെ കമ്പനീൻ്റെ ഡയറക്ടറും പ്രൊമോട്ടേഴ്സുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല എന്നുണ്ടെങ്കിൽ 2.5% ഓഫ് റെമ്യൂണറേഷൻ ആണ് റെലവൻറ്റ് പ്രോഫിറ്റിൻ്റെത് കൊടുക്കേണ്ടത്. ഓക്കെ, ഈ 2.5%നെ ഡബിൾ ചെയ്യാനായിട്ട് സാധിക്കും. കമ്പനി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് അതിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ 2.5% എന്നുള്ളത് ഡബിൾ ചെയ്തിട്ട് 5% ആക്കിയിട്ട് വേണമെങ്കിൽ റെമ്യൂണറേഷൻ കൊടുക്കാനായിട്ട് കഴിയും. ഓക്കെ, ദെൻ കണ്ടീഷൻസ് ടു ബി സ്പെസിഫൈഡ് ഫോർ റെമ്യൂണറേഷൻ ഇൻ കേസ് ഓഫ് ഇനാഡിക്കേറ്റ് ഓർ നോ പ്രോഫിറ്റ്. ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഉള്ള പ്രോഫിറ്റ് ഇനാഡിക്കേറ്റ് ആണെങ്കിൽ ഫുൾഫിൽ ചെയ്യേണ്ട കുറച്ച് കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, പേയ്മെൻറ്റ് ഓഫ് റെമ്യൂണറേഷൻ ഈസ് അപ്രൂവ്ഡ് ബൈ എ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദി ബോർഡ്. ഇത്തരത്തിൽ മാനേജീരിയൽ പേഴ്സണൽസിന് റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പം ആ പേയ്മെൻറ്റിനെ ബോർഡ് മീറ്റിങ്ങിൽ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ഇതിൻ്റെ സെക്ഷൻസ് പറഞ്ഞിട്ടുള്ളത് 178 സബ്സെക്ഷൻ 1 കമ്പനിയിൽ ഒരു നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി നിലനിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മീറ്റിംഗ് വിളിച്ച് ചേർത്തിട്ട് അതിലൂടെ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് വേണം ഈ പേയ്മെൻറ്റിനെ അപ്രൂവ് ചെയ്യാനായിട്ട്. ദെൻ കമ്പനി ഹാസ് നോട്ട് മെയ്ഡ് എനി ഡിഫോൾട്ട് ഇൻ റീപേയ്മെൻറ്റ് ഓഫ് എനി ഓഫ് ഇറ്റ്സ് ഡെപ്റ്റ്സ് or debentures or interest payable thereon for a continuous period of 30 days in the preceding financial year before the date of appointment of such managerial personnel. ഇനി കമ്പനി യാതൊരു തരത്തിലുള്ള ഡിഫോൾട്ടും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ കമ്പനിക്ക് കടങ്ങൾ കൊടുക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കുന്ന കാര്യത്തിലോ ഒക്കെ യാതൊരു വീഴ്ചയും കമ്പനി കഴിഞ്ഞ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയേഴ്സിൽ വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്തരം കമ്പനീസ് ഇനാഡിക്കേറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ കൂടി റെമ്യൂണറേഷൻ കൊടുക്കാം. then a special resolution has been passed at the general meeting of the company. കമ്പനി ഒരു ജനറൽ മീറ്റിങ്ങിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെമ്യൂണറേഷൻ പേ ചെയ്യാവുന്നതാണ്. then a statement mentioning specified details along with the notice for general meeting is given to the shareholders. ഷെയർ ഹോൾഡേഴ്സിനെ കമ്പനി ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് അറിയിക്കാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ ഇത്തരം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് ഇന്നാഡിക്കേറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ കൂടിയും മാനേജറിയൽ റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ദെൻ എനി പ്രൊവിഷൻ ഇൻ റെസ്പെക്ട് ടു റെമ്യൂണറേഷൻ വിച്ച് പർപ്പോർട്സ് ടു ഇൻക്രീസ് ഓർ ഹാസ് ദ എഫക്റ്റ് ഓഫ് ഇൻക്രീസിംഗ് ദ എമൗണ്ട് ദെയർ ഓഫ് ഷാൾ നോട്ട് ഹാവ് എനി എഫക്റ്റ് അൺലെസ് സച്ച് ഇൻക്രീസ് ഇൻ ഈസ് അക്കോർഡൻസ് വിത്ത് conditions specified in Schedule 5 and if such conditions are not being complied, the approval of the central government is obtained. നമ്മൾ മാനേജറൽ റെമ്യൂണറേഷൻ്റെ ലിമിറ്റ്സും പെർസെൻറ്റേജ് ഒക്കെ പറഞ്ഞല്ലോ, അതിലെന്തെങ്കിലും ഇൻക്രീസ് വരുത്തണം എന്നുണ്ടെങ്കിൽ കമ്പനീസ് ആക്ടിൽ ഷെഡ്യൂൾ 5 പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കണ്ടീഷൻസ് ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഒബ്റ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാനേജറൽ റെമ്യൂണറേഷൻ പേയ്മെൻറ്റ് നടത്തേണ്ടത് കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ദെൻ കമ്പനിക്ക് പ്രോഫിറ്റ് ഒക്കെ ഉണ്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനീസ് ആക്ടിൽ പറഞ്ഞിട്ടുള്ള പെർസെൻറ്റേജ് വെച്ചിട്ടായിരിക്കണം. നമ്മൾ പറഞ്ഞു നെറ്റ് പ്രോഫിറ്റിൻ്റെ 11%, മറ്റു സാഹചര്യങ്ങളിൽ 5%, 3% ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇനി കമ്പനിക്ക് പ്രോഫിറ്റ് ഇല്ല അല്ലെങ്കിൽ ഇനാഡിക്കേറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ആ ഒരു കമ്പനി പേയ്മെൻറ്റ് നടത്തേണ്ട ലിമിറ്റ്സ് നമ്മൾ പറഞ്ഞു. ദെൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടീഷൻസും പറഞ്ഞു. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ദെൻ ഫിക്സേഷൻ ഓഫ് റെമ്യൂണറേഷൻ. Central government or a company may, while according its approval under Section 196 and Section 197, may fix the remuneration within the limits specified in this Act at such amount or percentage of profit as it may deem fit, and while fixing the remuneration shall have regard to financial position of the company, then remuneration or commission drawn by the individual, then remuneration or commission drawn by him from any other company, professional qualification and experience, then other matters. ഇവിടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ കമ്പനീൻ്റെ അപ്രൂവൽ പ്രകാരമാണ് റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ.
അപ്പോൾ അതിൽ കമ്പനീസ് ആക്ടിൻ്റെ എല്ലാ പ്രൊവിഷൻസും ഇവർ ഫോളോ അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ 196, സെക്ഷൻ 197 ആയിട്ടാണ് റെമ്യൂണറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻസ് കിടക്കുന്നത്. ദെൻ അതിൽ തന്നെ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നിവിടെ പറയുന്നുണ്ട്. ഒന്ന്, കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ദെൻ ആ ഒരു വ്യക്തി കമ്പനിയിൽ നിന്ന് വാങ്ങുന്ന അല്ലെങ്കിൽ അയാളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അയാൾ വാങ്ങുന്ന കമ്മീഷൻ്റെ അല്ലെങ്കിൽ റെമ്യൂണറേഷൻ്റെയോ അടിസ്ഥാനത്തിലായിരിക്കണം. അതിനൊക്കെ ഒരു ലിമിറ്റ് പറയുന്നുണ്ടല്ലോ. ദെൻ റെമ്യൂണറേഷൻ ഓർ കമ്മീഷൻ ഡ്രോൺ ബൈ ഹിം ഫ്രം എനി അതർ കമ്പനി. മറ്റ് കമ്പനികളിൽ അയാൾ ഒരേ സമയം വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ അതിൻ്റെയും മാക്സിമം ലിമിറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഒരു വ്യക്തി ഒന്നിലധികം കമ്പനീസിൽ ഒരേ സമയം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെമ്യൂണറേഷന് നമ്മളൊരു ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നമുക്കിനി പറയാനുള്ള കാര്യമാണ്. ദെൻ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കണം ഒരാൾക്ക് റെമ്യൂണറേഷൻ കൊടുക്കേണ്ടത്. ദെൻ മറ്റു കാര്യങ്ങൾ പറയുന്നുണ്ട്. കമ്പനീസ് ആക്ടിൽ റൂൾ 6 പറഞ്ഞിട്ടുള്ള അപ്പോയിൻമെൻറ്റ് ആൻഡ് റെമ്യൂണറേഷൻ ഓഫ് മാനേജറൽ പേഴ്സണൽ എന്ന ഹെഡിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രൊവിഷൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കണം. അപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമൊക്കെയാണ് റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യേണ്ടത്. അതിൽ തന്നെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുമ്പം എന്തൊക്കെ കൺസിഡർ ചെയ്യണമെന്നാണ് നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്ത ഹെഡിലേക്ക് പോവാം. ഡിറ്റർമിനേഷൻ ഓഫ് റെമ്യൂണറേഷൻ പേയബിൾ ടു ഡയറക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് മാനേജിംഗ് ഡയറക്ടർ, ഹോൾ ടൈം ഡയറക്ടർ ഓർ മാനേജർ. സെക്ഷൻ 197 സബ്സെക്ഷൻ 1 പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രൊവിഷൻസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഡയറക്ടർക്ക്, അതായത് മാനേജിംഗ് ഡയറക്ടർക്കും ഹോൾ ടൈം ഡയറക്ടർക്കും മാനേജർക്കും റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യേണ്ട അല്ലെങ്കിൽ പേ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 197 അനുസരിച്ചോ അല്ലെങ്കിൽ കമ്പനീൻ്റെ ആർട്ടിക്കിൾസിൽ പറഞ്ഞതുപോലെയോ അതും അല്ലെങ്കിൽ കമ്പനീൻ്റെ മീറ്റിങ്ങിൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ മാനേജീരിയൽ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. കമ്പനിയുടെ ഡയറക്ടർ അല്ലെങ്കിൽ മറ്റു മാനേജീരിയൽ പേഴ്സണൽസ് കമ്പനിക്ക് കൊടുത്തിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ കൊടുത്ത സർവീസിന് പകരമായിട്ടാണ് റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അവർ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. കമ്പനീൻ്റെ ശരിയായ നടത്തിപ്പും കാര്യങ്ങളൊക്കെ അവരായിരിക്കും മാനേജ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ എന്തിനടിസ്ഥാനത്തിലായിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി ചില സർവീസസിനെ ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തില്ല. ആ സർവീസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സർവീസ് റെൻഡേർഡ് ആർ എസ് എ പ്രൊഫഷണൽ നേച്ചർ. ആ ഒരു ഡയറക്ടർ അയാളുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സർവീസസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഈ ഒരു റെമ്യൂണറേഷനിലായിരിക്കില്ല ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ദെൻ അടുത്തത്, ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ദി നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി ഓർ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ദ ഡയറക്ടർ പോസസസ് ദ റിക്വസിറ്റ് ക്വാളിഫിക്കേഷൻ ഫോർ ദി പ്രാക്ടീസ് ഓഫ് ദി പ്രൊഫഷൻ. അയാൾ നമ്മൾ പറഞ്ഞതുപോലെ വളരെ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആണ്, വളരെയധികം എക്സ്പേർട്ടാണ്, വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കമ്പനിയിൽ ഉണ്ടാവുന്ന നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റീൻ്റെയോ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെയോ ഒക്കെ അഭിപ്രായത്തിൽ അദ്ദേഹം വേണ്ട ക്വാളിഫിക്കേഷൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ട സാലറി ഈ ഒരു റെമ്യൂണറേഷൻ്റെ കാറ്റഗറിയിലായിരിക്കില്ല പെടുന്നത്. ഡയറക്ടേഴ്സൊക്കെ മീറ്റിങ്ങിന് വരുമ്പോൾ അല്ലെങ്കിൽ കമ്പനി വിസിറ്റ് ചെയ്യുമ്പോഴൊക്കെ അവർക്ക് സിറ്റിംഗ് ഫീസൊക്കെ പ്രൊവൈഡ് ചെയ്യില്ലേ. അപ്പോൾ ഇത് അവരുടെ നിലവിലുള്ള ആ ഒരു റെമ്യൂണറേഷന് അഡീഷണൽ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷന് നമ്മൾ കൊടുക്കുന്ന റിവാർഡാണ്. സോ എ ഡയറക്ടർ മേ റിസീവ് റെമ്യൂണറേഷൻ ബൈ വേ ഓഫ് ഫീ ഫോർ അറ്റൻഡിങ് ബോർഡ് മീറ്റിംഗ്. അപ്പം കമ്പനിയിലെ ബോർഡ് മീറ്റിങ്ങിന് ഒരു ഡയറക്ടർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ സിറ്റിംഗ് ഫീസ് കൊടുക്കും, അല്ലെങ്കിൽ കമ്മീഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ റെമ്യൂണറേഷൻ്റെ കണക്കിലായിരിക്കില്ല നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ടാവുക. ദെൻ കമ്പനി മാനേജിംഗ് ഡയറക്ടറുടെ പേരിലോ ഹോൾ ടൈം ഡയറക്ടറുടെ പേരിലോ അല്ലെങ്കിൽ മാനേജറുടെ പേരിലോ ഇൻഷുറൻസ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയും നമ്മൾ റെമ്യൂണറേഷൻ്റെ ആ ഒരു കാറ്റഗറിയിലായിരിക്കില്ല ഉൾപ്പെടുത്തുന്നത്. ഇത് അവരുടെ റെമ്യൂണറേഷൻ്റെ അഡീഷണൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ചില ബെനിഫിറ്റുകളായിരിക്കും. ഇവിടെ മാനേജറൽ പേഴ്സണൽസിൻ്റെ പേരിൽ കമ്പനി ഇൻഷുറൻസ് എടുക്കുന്നത് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ള എന്തെങ്കിലും ലയബിലിറ്റി അല്ലെങ്കിൽ നെഗ്ലിജൻസിന് വേണ്ടിയിട്ടായിരിക്കും. എന്നുവെച്ചാൽ അവരെന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തി അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പം കമ്പനിക്ക് അതിൽ നിന്നുണ്ടാവുന്ന നഷ്ടങ്ങളെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഇൻഷുറൻസ് എടുക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രസ്റ്റ് ബ്രീച്ച് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കമ്പനി ഇവരുടെ പേരിൽ ഇൻഷുറൻസ് എടുക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രീമിയം പേയ്മെൻറ്റ് റെമ്യൂണറേഷൻ്റെ കാറ്റഗറിയിലായിരിക്കില്ല ഉൾപ്പെടുന്നത്. ദെൻ ഏതെങ്കിലും ഒരു മാനേജറിയൽ പേഴ്സണൽ കമ്പനിക്കെതിരായിട്ട് പ്രവർത്തിച്ചു അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഇൻഷുറൻസിൻ്റെ പ്രീമിയം എമൗണ്ട് അയാളുടെ റെമ്യൂണറേഷൻ്റെ ഭാഗമായിട്ട് കണക്കാക്കി ആ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് അയാളുടെ റെമ്യൂണറേഷനിൽ നിന്ന് കട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ദെൻ മോഡ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് റെമ്യൂണറേഷൻ. എങ്ങനെയാണ് മാനേജേഴ്സിന് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനൊക്കെ റെമ്യൂണറേഷൻ കൊടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. സെക്ഷൻ 197 സബ്സെക്ഷൻ 6 ഇത് പറയുന്നത്.
അപ്പോൾ ഒന്നുകിൽ മന്ത്ലി പേയ്മെൻറ്റ് നടത്താം, അല്ലെങ്കിൽ ആനുവൽ ആയിട്ടോ അവരുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പ്രൊവൈഡ് ചെയ്യാം. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ എൻഡിലാണല്ലേ മനസ്സിലാവുള്ളൂ എത്ര പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന നെറ്റ് പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്പെസിഫൈഡ് പെർസെൻറ്റേജ് ഓഫ് റെമ്യൂണറേഷൻ ആയിരിക്കും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ദെൻ പേയ്മെൻറ്റ് ടു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ഹെഡോട് കൊടുത്തിട്ടുണ്ട്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആർ എൻടൈറ്റിൽഡ് ടു ഗെറ്റ് fees for attending meeting, then reimbursement of expenses, then profit related commission as may be approved by the member. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറയുന്നത് 3 തരത്തിലുള്ള പേയ്മെൻ്റ് ആയിരിക്കും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് കിട്ടുക. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് അവർ അറ്റൻഡ് ചെയ്യുന്ന മീറ്റിങ്ങിനൊക്കെ സിറ്റിംഗ് ഫീസ് കിട്ടും. അതുപോലെ തന്നെ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചിലവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിലവുകളെ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും. ദെൻ കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യും. പ്രോഫിറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു 13% ഓഫ് കമ്മീഷനും കൂടി അവർക്ക് കൊടുക്കും. അപ്പോൾ ഇതാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് കിട്ടാൻ സാധ്യതയുള്ള റെമ്യൂണറേഷൻ. ദെൻ റീഫണ്ട് ഓഫ് എക്സസ് റെമ്യൂണറേഷൻ. കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 197 സബ്സെക്ഷൻ 9 ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും ഡയറക്ടർക്ക് അല്ലെങ്കിൽ മാനേജർക്കോ ഹോൾ ടൈം ഡയറക്ടർക്കൊക്കെ എക്സസ് റെമ്യൂണറേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടിനെ റീഫണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു നെറ്റ് പ്രോഫിറ്റിൻ്റെ 11% ആണല്ലേ മാക്സിമം കൊടുക്കാൻ പറ്റുക. ഇനി ഏതെങ്കിലും കമ്പനീൻ്റെ ഡയറക്ടേഴ്സിന് അല്ലെങ്കിൽ മാനേജറിയൽ പേഴ്സണൽസിന് 11% റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ 11% കൊടുക്കാം. ഇനി അപ്രൂവലൊന്നും ഇല്ലാതെ 11% കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എക്സസ് ഉള്ള എമൗണ്ടിനെ കമ്പനിക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ടത് ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ 11% അല്ലെങ്കിൽ ലിമിറ്റിലധികമായിട്ട് പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ള റെമ്യൂണറേഷനെ ഡയറക്ടർ തന്നെ അല്ലെങ്കിൽ മാനേജർ തന്നെ തിരിച്ചു കമ്പനിക്ക് റീഇംബേഴ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ദ കമ്പനി ഷാൾ നോട്ട് വേവ് ദ റിക്കവറി ഓഫ് എനി സം റീഫണ്ടബിൾ ടു ഇറ്റ് വിതൗട്ട് ദ പെർമിഷൻ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഇല്ലാതെ പറഞ്ഞിട്ടുള്ള ലിമിറ്റിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു റെമ്യൂണറേഷൻ മാനേജീരിയൽ പേഴ്സണൽസിന് കൊടുക്കാനുള്ളൊരു അധികാരം കമ്പനിക്കില്ല. ദെൻ സിറ്റിംഗ് ഫീസ് ടു ഡയറക്ടേഴ്സ്. സെക്ഷൻ 197 സബ്സെക്ഷൻ 5 ഡയറക്ടേഴ്സിന് കൊടുക്കേണ്ട സിറ്റിംഗ് ഫീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് മീറ്റിങ്ങിന് അല്ലെങ്കിൽ കമ്മിറ്റി മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ അവർക്ക് സിറ്റിംഗ് ഫീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ആ എമൗണ്ട് ഫിക്സ് ചെയ്യുന്നത് കമ്പനീൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ഒരു മീറ്റിങ്ങിന് 1 ലക്ഷം രൂപയാണ് മാക്സിമം ലിമിറ്റ് പെർമിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, then sitting fees payable to independent directors and a women director shall not be less than the sitting fee payable to the other directors. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഈക്വാലിറ്റി ഉറപ്പാക്കുന്നുണ്ട്. ഇപ്പോൾ കമ്പനിയിൽ ഡയറക്ടേഴ്സ് മീറ്റിങ്ങിന് വരുമ്പം അവർക്ക് സിറ്റിംഗ് ഫീസ് പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 1 ലക്ഷത്തിൽ അധികമാവാൻ പാടില്ല. എന്ന് വെച്ചാൽ 1 ലക്ഷം വരെ ആവാം. ഓക്കെ, ദെൻ കമ്പനീൻ്റെ മറ്റ് ഡയറക്ടേഴ്സിന് കിട്ടുന്നത് പോലെ തന്നെ വിമൻ ഡയറക്ടേഴ്സിനും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനും സിറ്റിംഗ് ഫീസ് പ്രൊവൈഡ് ചെയ്യണം. അതായത് അതിൽ വേരിയേഷൻ വരുത്താൻ പാടില്ല. ഇപ്പോൾ ഒരു ഡയറക്ടർക്ക് നമ്മൾ 90,000 റുപ്പീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റു ഡയറക്ടേഴ്സിനും അതേ ലെവലിൽ തന്നെ ആയിരിക്കണം സിറ്റിംഗ് ഫീസ് കൊടുക്കേണ്ടത്. സോ വിമൻ ഡയറക്ടറാണ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറാണ് എന്നതിൻ്റെ പേരിൽ അവർക്ക് സിറ്റിംഗ് ഫീസ് കുറച്ച് കൊടുക്കാൻ പാടില്ല. അപ്പം ഒരുപോലെ വേണം പേയ്മെൻറ്റ് നടത്താനായിട്ട്. ദെൻ റിക്കവറി റെമ്യൂണറേഷൻ ഇൻ സർട്ടൻ കേസസ്. സെക്ഷൻ 199 റിക്കവറി പറയുന്നത്. സോ ഇഫ് ദ കമ്പനി റീസ്റ്റേറ്റ് ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡ്യൂ ടു ഫ്രോഡ് ഓർ നോൺ കംപ്ലയൻസസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദി ആക്ട് ആൻഡ് റൂൾസ് മെയ്ഡ് ദർ അണ്ടർ ദ കമ്പനി ഷാൾ റിക്കവർ ഫ്രം എനി പാസ്റ്റ് ഓർ പ്രസൻറ്റ് മാനേജിംഗ് ഡയറക്ടർ ഓർ ഹോൾ ടൈം ഡയറക്ടർ ഓർ മാനേജർ ഓർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ who during the period for which the financial statement are required to be restated received the remuneration in excess of what would have been payable to him as per restatement of financial statement. ഏതെങ്കിലും ഒരു വർഷത്തിൽ കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ച നെറ്റ് പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള ഡയറക്ടേഴ്സിനും മാനേജേഴ്സിനൊക്കെ റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്തു എന്ന് വിചാരിക്കാം. പക്ഷേ പിന്നീട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ റീസ്റ്റേറ്റ് ചെയ്തപ്പോൾ പ്രോഫിറ്റിലൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എക്സസ് ആയിട്ട് കൊടുത്തിട്ടുള്ള റെമ്യൂണറേഷൻ ഡയറക്ടേഴ്സും അതുപോലെ തന്നെ മാനേജേഴ്സും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മാനേജറിയൽ പേഴ്സണൽസും റീഫണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊവിഷനെതിരായിട്ടുള്ള എന്തെങ്കിലും സംഭവിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനീൻ്റെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ റീസ്റ്റേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എക്സസ് ആയിട്ട് കിട്ടിയിട്ടുള്ള റെമ്യൂണറേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു എമൗണ്ടിനെ കമ്പനിക്ക് റിക്കവർ ചെയ്തെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ.
ദെൻ റെമ്യൂണറേഷൻ പേയബിൾ ടു എ മാനേജറിയൽ പേഴ്സൺ ഇൻ 2 കമ്പനീസ്. നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഡയറക്ടർക്ക് ഒരേ സമയം മറ്റ് കമ്പനീസിലും ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റൂലേ. ഹോൾ ടൈം ഡയറക്ടർക്ക് പറ്റില്ല, പക്ഷേ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നിലധികം കമ്പനീസിൽ ഒരേ സമയം വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ കമ്പനീസ് ആക്ടിൽ തന്നെ അതിനുള്ള പ്രൊവിഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മാനേജറൽ പേഴ്സൺസിൻ്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവർ 2 കമ്പനിയിൽ നിന്നും റെമ്യൂണറേഷൻ വാങ്ങുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ടോട്ടൽ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് മാക്സിമം ലിമിറ്റിൻ്റെ മേലെ പോകാനായിട്ട് പാടില്ല. എന്ന് വെച്ചാൽ മാക്സിമം ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 11% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആണല്ലേ. ഈ നെറ്റ് പ്രോഫിറ്റിൻ്റെ 11% ആയിരിക്കും ഒരു കമ്പനി അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ടോട്ടൽ റെമ്യൂണറേഷൻ അവർ 2 കമ്പനിയിൽ നിന്നും വാങ്ങുന്നത് ഒരിക്കലും ഹയർ മാക്സിമം ലിമിറ്റിൻ്റെ മുകളിൽ പോകാനായിട്ട് പാടില്ല. ഓക്കെ, ദെൻ കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് ഓഫീസ് ഓഫ് മാനേജിങ് ഓർ ഹോൾ ടൈം ഡയറക്ടർ ഓർ മാനേജർ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോൾ ടൈം ഡയറക്ടർ അല്ലെങ്കിൽ മാനേജർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. സെക്ഷൻ 202 ഇതിൻ്റെ പ്രൊവിഷൻസ് ഒക്കെ പറയുന്നത്. ഇപ്പോൾ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 202 കുറച്ച് പ്രൊവിഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഈ ഒരു സെക്ഷൻ പ്രകാരം എ കമ്പനി മേ മേക്ക് പേയ്മെൻറ്റ് ടു എ മാനേജിംഗ് ഓർ ഹോൾ ടൈം ഡയറക്ടർ ഓർ എ മാനേജർ ബട്ട് നോട്ട് ടു എനി അതർ ഡയറക്ടർ ബൈ വേ ഓഫ് കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് ഓഫീസ് ഓർ ആസ് കൺസിഡറേഷൻ ഫോർ റിട്ടയർമെൻറ്റ് ഫ്രം ഓഫീസ് ഓർ ഇൻ കണക്ഷൻ വിത്ത് സച്ച് ലോസ് ഓർ റിട്ടയർമെൻറ്റ്. കമ്പനീസ് ആക്ട് പ്രകാരം ഹോൾ ടൈം ഡയറക്ടർക്ക് അല്ലെങ്കിൽ മാനേജർക്ക് അല്ലെങ്കിൽ ഓഫീസ് മാനേജ് ചെയ്യുന്ന ഡയറക്ടർക്ക് ഇവർക്കാണ് ഈ ഒരു കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നുകിൽ അയാൾ റിട്ടയർ ആയി പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അയാൾ ഓഫീസ് വെക്കേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒക്കെ അയാൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കോമ്പൻസേഷൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ദെൻ ചില സാഹചര്യങ്ങളിൽ കോമ്പൻസേഷൻ ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല. കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സാഹചര്യം ഇതാണ്: അവർ റിട്ടയർ ആയി പോകുന്ന കേസോ അല്ലെങ്കിൽ അവർ ഓഫീസ് വെക്കേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലോ അവർക്ക് ഒരു നഷ്ടപരിഹാരം എന്ന നിലയ്ക്ക് ഒരു കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ഏതൊക്കെ സാഹചര്യത്തിലാണ് ഈ ഒരു കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യാത്തതെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, where the director resigned from his office as a result of the reconstruction of the company. കമ്പനി അമാൽഗമേറ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അയാൾ ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അത്തരം ഡയറക്ടേഴ്സിന് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതില്ല. Then where the director resigned from his office otherwise than on the reconstruction of the company or its amalgamation as aforesaid. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റീകൺസ്ട്രക്ഷൻ്റെയോ അമാൽഗമേഷൻ്റെയോ ഒക്കെ ഭാഗമായിട്ട് അയാൾ റിസൈൻ ചെയ്യേണ്ടി വരികയാണെങ്കിൽ, ഡയറക്ടർ റിസൈൻ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അയാൾക്കും കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതില്ല. Then where the office of the director is vacated under the subsection 1 of section 167. ഇവിടെ കമ്പനീസ് ആക്ട് പ്രകാരം ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ അവർക്കും കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതില്ല. ദെൻ വെർ ദ കമ്പനീസ് ബീങ് വൗണ്ട് അപ്പ് വെദർ ബൈ ആൻ ഓർഡർ ഓഫ് ദ ട്രിബ്യൂണൽ ഓർ വളണ്ടറിലി പ്രൊവൈഡഡ് ദ വൈൻഡിങ് അപ്പ് വാസ് ഡ്യൂ ടു ദി നെഗ്ലിജൻസ് ഓർ ഡിഫാൾട്ട് ഓഫ് ദി ഡയറക്ടർ. ഡയറക്ടറുടെ നെഗ്ലിജൻസ് അല്ലെങ്കിൽ അയാളുടെ ആ ഒരു ഡിഫോൾട്ട് മൂലം ഒരു കമ്പനി വൗണ്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിബ്യൂണലോ അല്ലെങ്കിൽ കോർട്ടൊക്കെ ഇടപെട്ടിട്ട് ഓർഡർ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യത്തിലും ഒരു ഡയറക്ടർക്ക് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതില്ല. Then where the director has been guilty of fraud or breach of trust in relation to or of gross negligence in or gross mismanagement of the conduct of the affairs of the company or any subsidiary company or holding company thereof. ഈ ഡയറക്ടർ കമ്പനിയെ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ സബ്സിഡറിനെയോ ഹോൾഡിംഗ് കമ്പനീനെയോ ഒക്കെ മാനേജ് ചെയ്യുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ട്രസ്റ്റിനെ ബ്രീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രോഡ്ലൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ മിസ്മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ അത്തരം ഡയറക്ടേഴ്സിനും കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. Then where the director has instigated or has taken part directly or indirectly in bringing about the termination of his office. അപ്പോൾ അയാളെ പിരിച്ചുവിടുന്നതിൽ അയാൾ തന്നെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്തരം ഡയറക്ടേഴ്സിനും നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടതില്ല. ഓക്കെ, അപ്പോൾ ഏതൊക്കെ കേസുകളിലാണ് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യാത്തതെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കമ്പനീൻ്റെ മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ ഹോൾ ടൈം ഡയറക്ടർക്ക് അല്ലെങ്കിൽ മാനേജർക്കാണ്. അപ്പോൾ അവർ ഇത്തരത്തിലുള്ള യാതൊരുവിധ നെഗ്ലിജൻസിലും ഏർപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് നമ്മൾ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു ഓഫീസ് നഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ അവരെ ഓഫീസിൽ നിന്ന് വെക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾ റിട്ടയർ ആവുകയാണെങ്കിൽ അതിനൊരു കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ട്.
ദെൻ അതിൻ്റെ പേയ്മെൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. ദ കോമ്പൻസേഷൻ പേ സച്ച് മാനേജിംഗ് ഡയറക്ടർ ഓർ ഹോൾ ടൈം ഡയറക്ടർ ഓർ മാനേജർ ഷാൾ നോട്ട് എക്സീഡ് ദ റെമ്യൂണറേഷൻ വിച്ച് ഹി വുഡ് ഹാവ് earned if he had been in office for the remainder of his term for the 3 years, whichever is shorter, calculated on the basis of average remuneration actually earned by him during a period of 3 years immediately preceding the date on which he ceased to hold the office, or where he held the office for a lesser period than 3 years during such a period. ഇവിടെ പറയുന്നത് ഒരു ഡയറക്ടർ കാലാവധിക്ക് മുന്നേ ഓഫീസിൽ നിന്ന് പറഞ്ഞയക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അയാൾക്ക് പോവേണ്ടി വരികയാണെങ്കിൽ അതിന് നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കുമ്പോൾ 3 ഇയേഴ്സിൻ്റെ ആവറേജ് സാലറി എത്രയാണോ അല്ലെങ്കിൽ അയാൾക്ക് ഇനിയും ബാക്കിയുള്ള കാലയളവിൻ്റെ സാലറി എത്രയാണോ റെമ്യൂണറേഷൻ എത്രയാണോ ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ചെറിയ എമൗണ്ടിനെയാണ് കോമ്പൻസേഷനായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഈ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഒന്നുകിൽ 3 വർഷത്തെ ആവറേജ് സാലറി നോക്കും, അല്ലെങ്കിൽ അയാൾക്ക് ഇനി എത്ര കാലം ഓഫീസിൽ തുടരാൻ സാധിക്കുമോ അയാളുടെ ആ ഒരു റിമൈനിങ് പീരീഡ് നോക്കും, അതിന് എത്രത്തോളം റെമ്യൂണറേഷൻ അയാൾക്ക് കിട്ടുമെന്ന് നോക്കും. ഇതിന് രണ്ടിനെയും കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ചെറിയ എമൗണ്ടിനെയാണ് കോമ്പൻസേഷനായിട്ട് പ്രൊവൈഡ് ചെയ്യുക. സോ ഇവിടെ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് അയാളുടെ ഒറിജിനൽ റെമ്യൂണറേഷനെക്കാളും കൂടിയൊരു എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കമ്പാരിസൺ അവിടെ നടത്തുന്നത് തന്നെ ഒറിജിനൽ റെമ്യൂണറേഷൻ്റെ മേലേക്ക് കോമ്പൻസേഷൻ എമൗണ്ട് പോകാതിരിക്കാനാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് കിട്ടുന്ന ഒറിജിനൽ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് അയാളുടെ റെമ്യൂണറേഷനെക്കാട്ടും കൂടിയ ഒരു എമൗണ്ട് ആയിരിക്കില്ല. ഇനി ലാസ്റ്റ് പാരഗ്രാഫ് ഒന്ന് നോക്കാം. ഇവിടെ കമ്പനീനെ വൈൻഡിങ് അപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കമ്പനി അവസാനിപ്പിക്കാൻ പോകുന്ന സമയത്ത് കമ്പനീൻ്റെ അസറ്റൊക്കെ വിറ്റൊഴിവാക്കിയിട്ട് ആ ക്യാഷ് വെച്ചിട്ടാണല്ലോ ലയബിലിറ്റീസൊക്കെ ഡിസ്ചാർജ് ചെയ്യുക അല്ലേ. അപ്പം അങ്ങനെ കമ്പനി അസറ്റൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് അതിന് ഈ ഒരു എക്സ്പെൻസ് മീറ്റപ്പ് ചെയ്യാനായിട്ട് ഈ എമൗണ്ട് തികയുന്നില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ റീപേ ചെയ്യാൻ സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു എമൗണ്ട് അസറ്റ് വിറ്റപ്പോൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡയറക്ടേഴ്സിന് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതില്ല. ഓക്കെ, ദെൻ ഈ ഒരു സെക്ഷനിൽ അവരുടെ പേയ്മെൻറ്റിൻ്റെ പ്രൊഹിബിഷനുമായി ബന്ധപ്പെട്ടിട്ട് യാതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു സാഹചര്യം മാത്രം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അസറ്റ് സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ടും ലയബിലിറ്റീസ് ഡിസ്ചാർജ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് നടത്താനുമുള്ള എമൗണ്ട് സഫീഷ്യൻ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ഈ കോമ്പൻസേഷൻ്റെ പേയ്മെൻറ്റ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് മാനേജീരിയൽ റെമ്യൂണറേഷൻ്റെ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കുറേ കുഞ്ഞു കുഞ്ഞു ടേംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ അതിൻ്റെ ലിമിറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ദെൻ നമ്മളിനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് ആണ്. ഇതിന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ച ടോപ്പിക്കായിരുന്നു, പക്ഷേ നമുക്കത് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, വീഡിയോൻ്റെ ലെങ്ത്ത് കൂടി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, നോട്ട് എഴുതി വയ്ക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.